Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പൊതുപ്രവർത്തകനും BJP കാലടി മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന സലീഷ് ചെമ്മണ്ടൂരിന് സ്മരണാഞ്ജലി. NSS ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ BJP കാലടി മണ്ഡലം പ്രസിഡന്റ് ഷീജ സതീഷ് അധ്യക്ഷത വഹിച്ചു. BJP നേതാവും പൊതുപ്രവർത്തകനുമായ സലീഷ് ചെമ്മണ്ടൂർ അനുസ്മരണം കാലടി NSS ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. BJP കാലടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ കാലടി മണ്ഡലം പ്രസിഡന്റ് ഷീജ സതീഷ് അധ്യക്ഷത വഹിച്ചു. ഒരു വലിയ ജ്യേഷ്ഠാനീയ ബന്ധത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ദ്രുതഗതിയിൽ നടത്തി വരുന്ന ഒരു സ്വഭാവം. വ്യക്തിപരമായി ആളെ കണ്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെയും ചങ്ക് തകർന്നു പോയത് ഈ മരണ സമയത്ത് ആ വീടുമായി ബന്ധപ്പെട്ടപ്പോഴാണ്. ഉടുപ്പിലും നടുപ്പിലും ഒന്നും ഒരു പോരായ്മയും ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ല. താനായിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതിനുവേണ്ടി ശക്തിയുക്തം നിലനിൽക്കുന്നതിനും ശ്രമിച്ച ഒരു യുവാവ്. നമുക്കൊക്കെ അവരവരുടേതായ രാഷ്ട്രീയങ്ങളുണ്ട്. ആ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം പ്രകടമാവുക. അതിനുവേണ്ടി നല്ല നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഞാൻ പലപ്പോഴും സലീഷിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അതാണ്. തൻ്റെ ആശയങ്ങൾ, തൻ്റെ പാർട്ടി, തൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തി. വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ പല രാത്രികളിലും പല പ്രശ്നങ്ങളിലും എന്നെ വിളിക്കാറുണ്ട്. അത്ര അടുത്തൊരു ബന്ധം സലീഷായിട്ട് എനിക്കുണ്ടായിരുന്നു. ഷൈൻചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞ്, പോരായ്മകളുണ്ടെങ്കിൽ അതും വിളിച്ച് പറഞ്ഞ്, സലീഷിന് തെറ്റ് പറ്റിയാൽ അതും പറഞ്ഞ് എല്ലാം മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടം. എന്നോട് ഒരുപിടി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുക. ഇവിടെ വേലായുധന്മാർ സൂചിപ്പിച്ചതുപോലെ എന്നോടത് പറയാനും എൻ്റെ ഈ വസ്ത്രം ഒക്കെ കാണുമ്പോൾ ചേട്ടൻ വിചാരിക്കേണ്ടാവും ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ. പക്ഷേ ഞാൻ വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ്. ഞാനത് പറയാൻ വേണ്ടി വിളിച്ചല്ലാട്ടോ ചേട്ടാ. പക്ഷേ എനിക്ക് ഒരു സഹോദര സ്നേഹം മുന്നേറുന്നതുണ്ട്. ഈ ഇലക്ഷൻ്റെ ഇടയ്ക്കും ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഏകദേശം ഇടയ്ക്കൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ചെമ്മണ്ടൂർ വിട്ടുപോയി എന്നുള്ളത് മനസ്സിൽ അംഗീകരിക്കാനേ കഴിയുന്നില്ല. 15ഓളം മിനിമാസിലായിട്ട് സ്ഥാപിക്കുന്നതിൽ കൃത്യമായി നമുക്ക് അതിൻ്റെ സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് മാറ്റുന്നത് ശരിയല്ല എന്ന് പ്രസിഡന്റും ആ കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. അപ്പം ഞാൻ സലീഷിനെ കണ്ടപ്പോൾ സലീഷിനോട് പറഞ്ഞു, സലീഷ് അതിൻ്റെ അകത്തൊരു സൂത്രമുണ്ടല്ലോ, എന്താണ് അങ്ങനെ ചെയ്യുന്നത്, ശരിയല്ല എന്ന് സലീഷോട് പറഞ്ഞപ്പോൾ സലീഷ് പറഞ്ഞു, ഇല്ല ചേട്ടാ, സ്ഥാപിക്കേണ്ട സ്ഥലം ശരിയാണ്. അന്ന് ചൂണ്ടിക്കാണിച്ച സ്ഥലം തെറ്റായിരുന്നു. അവിടെയാണ് ആളുകൾ കൂടുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് എല്ലാ പ്രദേശത്തേക്കും വെളിച്ചം കിട്ടണമെങ്കിൽ അവിടെ സ്ഥാപിക്കുന്നതാണ് ശരി. അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം വന്നത്, മറ്റ് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് സലീഷ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, സലീഷ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. BJP നാഷണൽ കൗൺസിൽ അംഗം PM വേലായുധൻ, കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ, CPI നേതാവ് ബിജു P നായർ, BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, കേരള കോൺഗ്രസ് നേതാവ് ജസ്റ്റിൻ, BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ്, അജേഷ് പാറയ്ക്ക തുടങ്ങിയവർ സംസാരിച്ചു. സലീഷിന്റെ മുഖമില്ലാതെ BJPയുടെ ഒരു വാർത്തയും ഇതുവരെ ഞാൻ കാലടിയിൽ നന്നായിട്ട് കണ്ടിട്ടില്ല. സലീഷിന്റെ സാന്നിധ്യമില്ലാതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതായിട്ട് എനിക്കും അറിയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനം വളരെ സാവധാനം നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇടതുപക്ഷ പാർട്ടിയിലാണ്, CPIയുടെ പ്രവർത്തകനാണെങ്കിലും എല്ലാ പാർട്ടിയുടെ പ്രവർത്തനവും നന്നായിട്ട് നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു നിരീക്ഷണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സലീഷിൻ്റെ മുഖമോ സാന്നിധ്യമോ ഇല്ലാത്ത കാലടിയിൽ ഇതുവരെ BJPയുടെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നാൽ ഞങ്ങൾ കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതപരമായിട്ടുള്ള വ്യത്യസ്തതയുണ്ട്. എങ്കിൽ തന്നെയും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സലീഷ് പറയുന്ന ചില തമാശകൾ, ശരിക്കും സലീഷ് ഒരു മിമിക്രിക്കാരനായിരുന്നു. ഓരോരുത്തരെയും
അവിടെ നിന്ന് ഇമിറ്റേറ്റ് ചെയ്യും. ഒരു 15 മിനിറ്റോളം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ചിരിച്ച് സൂര്യൻ അവൻ വരുന്നുണ്ട്, ഇനി നമുക്ക് പോകാം എന്ന് ആണ് സതീഷ് പറയാറ്. കുറേ കാലമായിട്ട് സലീഷ് അതിൽ സജീവ പങ്കാളിയായിരുന്നു. ആദ്യന്തം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി മുൻപന്തിയിൽ നിന്നും നയിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മെയ് മാസം 12-ാം തീയതി ആയിരുന്നു ശ്രീശങ്കര ജയന്തി. അതിനു മുമ്പ് ഒരു വിളംബര ഘോഷയാത്ര അല്ലെങ്കിൽ വിളംബര അറിയിപ്പ് എന്ന തരത്തിൽ ഗ്രാമപരിക്രമം നടത്തിയിരുന്നു. അതിലും ഭജന പാടിക്കൊണ്ടും എല്ലാവരെയും മുന്നിലേക്ക് നയിച്ചുകൊണ്ടും സലീഷ് സജീവമായിട്ട് സക്രിയമായിട്ട് രംഗത്തുണ്ടായിരുന്നു.